പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ പോരടിച്ച LDFും UDFും LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അനൗൺസ്മെന്റിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നു എന്നാണ് UDFിന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന UDF പരാതിയിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് വരണാധികാരി നോട്ടീസ് അയച്ചു. എന്നാൽ LDF അത്തരമൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്നും വിവാദത്തിന്റെ ലക്ഷ്യം പേരാമ്പ്രയിലെ സമാധാന അന്തരീക്ഷം തകർക്കലാണെന്നും ആരോപിച്ച് TP രാമകൃഷ്ണനും രംഗത്തെത്തി. കൂടാതെ മതത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചെന്ന പേരിൽ ഫാത്തിമ തെഹ്ലിക്കെതിരെ LDFും പരാതി നൽകിയിട്ടുണ്ട്. മണ്ഡലത്തിലെ 3 പേർ നൽകിയ പരാതിയിൽ ഫാത്തിമയ്ക്കും വരണാധികാരി നോട്ടീസ് അയച്ചു. വിവാദത്തിനു പിന്നിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായി വന്നവരാണെന്ന് ഫാത്തിമ തെഹ്ലിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. CPIMന്റെ ശ്രമം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണെന്ന് കോൺഗ്രസും ആരോപിച്ചു. വർഗീയതയ്ക്കും വിദ്വേഷവും വളർത്തി വോട്ട് നേടാനുള്ള ശ്രമം പേരാമ്പ്രയിൽ ഉണ്ടാകുന്നുണ്ടോ? കാണാം RDX. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ LDF പ്രചരണ വാഹനത്തിൽ മതം പറഞ്ഞ് അനൗൺസ്മെന്റ് നടത്തിയെന്നായിരുന്നു UDF പരാതി നൽകിയത്. അനൗൺസ്മെന്റ് വോട്ടർമാർക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഖൗമിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് ലീഗ് പ്രവർത്തകർ വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്നതായിരുന്നു അനൗൺസ്മെന്റിന്റെ ഉള്ളടക്കം. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ നോട്ടീസ് അയച്ചു. എന്നാൽ വിവാദ അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലെന്നും ഇടതുമുന്നണിക്ക് വോട്ട് പിടിക്കാൻ ഇത്തരമൊരു രീതി ആവശ്യമില്ലെന്നുമാണ് TP രാമകൃഷ്ണന്റെ പ്രതികരണം. പേരാമ്പ്രയിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വിദ്വേഷ പ്രചാരണത്തിൽ പോലീസ് കേസെടുക്കാത്തത് പ്രതിഷേധാർഹമെന്ന് ഫാത്തിമ തെഹ്ലിയെ പ്രതികരിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിനേക്കാൾ മോശമായ വർഗീയ പ്രചാരണം ജനം തള്ളിക്കളയുമെന്നും തെഹ്ലിയെ വ്യക്തമാക്കി. ഇതിനിടെ സമുദായത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചുവെന്ന പരാതിയിൽ ഫാത്തിമ തെഹ്ലിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 3 പരാതികളാണ് ഫാത്തിമ തെഹ്ലിക്കെതിരെ റിട്ടേണിംഗ് ഓഫീസർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പേരാമ്പ്ര സമാധാന അന്തരീക്ഷമുള്ള സ്ഥലമാണെന്നും താത്കാലികമായി നേട്ടമുണ്ടാക്കാൻ ആണെങ്കിലും ഇതൊരു സുഖകരമായ പണിയല്ലെന്നും LDF സ്ഥാനാർത്ഥിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്നും പരാതിയുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിവാദമില്ല. ഞങ്ങൾ ഒരു പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഞങ്ങളൊരു വിവാദം ഉയർത്തിയിട്ടുമില്ല. അതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം വിവാദം ഉയർത്തിയവർ പരിശോധിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെന്താ അതിന് മറുപടി പറയേണ്ടത്? പേരാമ്പ്ര പൊതുവെ നല്ല സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ഇത്തരം ചില പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെങ്കിലും ഇതൊരു സുഖമായ പണിയല്ല. UDF ആർക്ക് പരാതി നൽകി? പരാതി ഉണ്ടെങ്കിൽ പരാതി അന്വേഷിച്ചോട്ടെ. ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല. ഞങ്ങളെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ആ അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. വടകര കാഫിർ സ്ക്രീൻഷോട്ടുമായി വന്നവരാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്ന് ഫാത്തിമ തെഹ്ലിയ പറഞ്ഞു. ഇത്ര കാലമായിട്ടും ഇടതുപക്ഷ MLAക്ക് പേരാമ്പ്രയിലെ ജനങ്ങളെ മനസ്സിലായില്ലേ എന്നും ഫാത്തിമ തെഹ്ലിയ പ്രതികരിച്ചു. അതിലേക്ക് കൂടി. അത് തീർച്ചയായിട്ടും വർഗീയപരമായിട്ടുള്ള ഒരു അജണ്ടയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ട് വന്നവരാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഒരു വിവാദവുമായിട്ട് വന്നിട്ടുള്ളത്. എല്ലാ സമയത്തും വർഗീയപരമായിട്ടുള്ള ആശയങ്ങളോട് കൂട്ടുനിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടാണ് ഞാൻ എടുത്തത്. ഇത്തരത്തിലുള്ള വാദങ്ങൾ അവർ ഉയർത്തുമ്പം അവർ ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാരെയാണ് കുറച്ച് കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇടതുപക്ഷത്തിന്റെ MLA ആണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോഴും പേരാമ്പ്രയിലുള്ള ജനങ്ങളെ മനസ്സിലായില്ലേ? പേരാമ്പ്രയിൽ ഏറെ അപകടകരമായ ഒന്നാണ് ഉണ്ടായതെന്നും UDF ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങിച്ചിട്ടില്ലെന്നും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് ആവട്ടെ UDF ആവട്ടെ, അവിടെ മത സൗഹാർദ്ദത്തെ തകർത്തുകൊണ്ടുള്ള ഒരു നേട്ടം ആരും ഇഷ്ടപ്പെടുന്നില്ല. അതല്ല നമുക്ക് ആവശ്യം. ഒരു തെരഞ്ഞെടുപ്പിൽ സഹവർത്തിത്വമാണ് ആവശ്യം. എല്ലാ സമൂഹങ്ങളുടെയും വോട്ടുകൾ വാങ്ങി ജയിക്കുക എന്നുള്ളതിനാണ് ഏതൊരു സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥികളും ചെയ്യുന്നത്. എല്ലായിടത്തും, അവിടെ മാത്രമല്ല. ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ UDFിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് 4 വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇലക്ഷന് ശേഷവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന വിള്ളൽ അത് പിന്നെ ആ വിടവ് നികത്താതെ വലിയ പ്രയാസം ഉണ്ടാക്കും എന്നാണ് അവർ കഴിയുന്നത്. മതം പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് LDF മുതിരില്ലെന്നും LDFിന് അവിടെയും പറയാൻ രാഷ്ട്രീയമുണ്ടെന്നും ബിനോയ് വിശ്വവും പറഞ്ഞു. അത്തരം ഒരു പ്രചാര വിലയിടും LDFിന് ബന്ധമില്ല. LDF രാഷ്ട്രീയമല്ല LDF ചെയ്യില്ല. LDFിന് പറയാൻ രാഷ്ട്രീയമുണ്ട്.
പേരാമ്പ്രയിലുണ്ട്, കേരളത്തിലുണ്ട്, എവിടെയുമുണ്ട്. രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ജയിക്കാൻ ഉള്ള എല്ലാ കരുത്തും വിശ്വാസവുമുണ്ട് LDF. അപ്പോൾ ഇതുപോലെയുള്ളൊരു വർഗീയ പ്രചാര വിലയ്ക്ക് LDF പോകേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ വിശകലനവുമായി എനിക്കൊപ്പം ബെൻസൺ ബാബുവാണ് ചേരുന്നത് കോഴിക്കോട് നിന്നും. ബെൻസൺ ഇവിടെയൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആൾ കൂടിയായിരുന്നു. എന്തായാലും ബെൻസൺ, ഞാനിങ്ങനെ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗ്രാഫ് ഒന്ന് പരിശോധിക്കുകയായിരുന്നു, സംസ്ഥാനത്തെ ആകെ മൊത്തം എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി അപ്പോൾ നമ്മൾക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്നതും സംസ്ഥാനത്തിന് പൊതുവായിട്ട് തന്നെ ഉള്ള ഒരു ചിത്രം എല്ലാവർക്കും മനസ്സിലാവുന്നത് തന്നെ, അത് വലിയ ഡീൽ ആരോപണങ്ങൾ ആളിക്കത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നമുക്ക് കാണാൻ പറ്റുക. അതുതന്നെയാണ് ഉയർന്ന ഗ്രാഫ്, താഴെ മുതൽ മുകളിലേക്ക് തന്നെ അങ്ങനെ തന്നെ പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ തന്നെ ആദ്യം UDF ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം എന്നുള്ളത്, ഡീൽ ആരോപണം എന്നുള്ളത് CPIM BJP ഡീൽ ആരോപണമായിരുന്നു. അതിനെ ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു. രാഹുൽ ഗാന്ധി വഴി അതിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഊട്ടി ഉറപ്പിക്കുന്നു. ആ രീതിയിൽ വലിയ പ്രചരണം നയിച്ചു കൊണ്ടുപോകാൻ അവർക്കായിട്ടുണ്ട് UDF. പക്ഷേ വികസനം ചർച്ചയാക്കുവാൻ വേണ്ടി വന്ന LDF പ്രതിനിധികൾക്ക് തീർച്ചയായും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിരന്തരം ഇതിനെ പ്രതിരോധിക്കേണ്ടതായി വരുന്നു, ഉദാഹരണങ്ങൾ പറയേണ്ടതായി വരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആരോപണ പ്രത്യാരോപണവുമൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ വികസനം ചർച്ചയാക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷം വഴുതി മാറി ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ ചരിത്രം പറഞ്ഞതുകൊണ്ട് തന്നെ LDF ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ RSSൻ്റെ ചരിത്രപരമായി തന്നെ RSSുമായി കൂട്ടുചേർന്നു CPIM എന്ന നിലയ്ക്ക് വീണ്ടും വലിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് VD സതീശൻ മുന്നോട്ട് വരുമ്പോൾ അടിയന്തരാവസ്ഥ കാലം അടക്കം വെച്ചുകൊണ്ട് പിണറായി വിജയൻ അതിനെ എതിർക്കുകയും M സ്വരാജ് അടക്കമുള്ളവർ അത് വന്ന് വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടായി. സത്യത്തിൽ അതിലൂടെ തന്നെ LDFന് CPIMന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന നിലയ്ക്ക് ഒരു മൃദു ഹിന്ദുത്വ മുഖം കൽപ്പിച്ചു കൊടുക്കുന്നതിലേക്കാണ് ആത്യന്തികമായി ഇതിനെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത് തീർച്ചയായും ഒരു ന്യൂനപക്ഷ വോട്ട് സമാഹരണവും തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അടക്കം അത്തരം കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി എന്ന് UDF വിചാരിക്കുന്നത് കൊണ്ട്, അതാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് UDF വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ന്യൂനപക്ഷ വോട്ട് സമാഹരണം ഇത്തവണയും അത് ഉറപ്പാക്കേണ്ടത് തന്നെയായിരുന്നു. അതിനുള്ള ഒരു ആയുധമായി തന്നെയായിരുന്നു അവർ ഈ ഡീൽ ആരോപണം ഉന്നയിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ അതിൽ പ്രതിരോധവും ആരോപണ പ്രത്യാരോപണവും ഒക്കെ നടക്കുമ്പോൾ തന്നെ വീണ്ടും ഭൂരിപക്ഷ പ്രീണനത്തിനു വേണ്ടി വീണ്ടും അടുത്തൊരായുധം എടുത്തിടുന്നു VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ. അത് CPIM SDPI ഡീലായിരുന്നു. ആ ഘട്ടത്തിലും വലിയ ചർച്ചകൾ ഉയർന്നു. പല മണ്ഡലങ്ങളും വെച്ച് ഇവിടെയൊക്കെ ഡീലാരോപണം ഉന്നയിക്കുന്നൊരു മഞ്ചേശ്വരം അടക്കം വെച്ച് മങ്കടയും വേങ്ങരയും അടക്കം വെച്ച് അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന നിലയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ പക്ഷേ ആ ഘട്ടത്തിൽ പല മണ്ഡലങ്ങളിലും വളരെ ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പല സ്ഥാനാർത്ഥികളും SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ മടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ ഘട്ടത്തിൽ അല്പം UDFനും ടീം UDF എന്ന നിലയ്ക്ക് അഭിപ്രായം പറഞ്ഞ VD സതീശന് കൈപൊള്ളുന്ന ഒരു നിലയ്ക്കുണ്ടായി. ഈ ഘട്ടത്തിൽ ന്യൂനപക്ഷ വോട്ടുകളിലുള്ള എങ്ങോട്ട് ഇത് ഒഴുകും എന്ന നിലയ്ക്കുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുവാൻ SDPI കടുത്ത നിലപാടെടുത്തതോടുകൂടി ആ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു നിലയും കൂടെ ഇവിടെ വന്നു ചേരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ചുരുക്കത്തിലൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ അവകാശവാദങ്ങളെ പ്രയോഗവൽക്കരിക്കുന്ന രീതിയിൽ ഒരു വലിയ പകൽ പോലെ അതിന് കുടപിടിക്കുന്ന UDFനെയും കാണുവാൻ ഇടയുണ്ടായി. ഞാൻ ഈ സാഹചര്യത്തിൽ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ LDFൻ്റെ ഒരു രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിൽ നിരന്തരമായി അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, അത് കള്ളമോ സത്യമോ എന്തു തന്നെ ആയിക്കോട്ടെ, നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നിലവിൽ എതിർപക്ഷം LDFനെ സംബന്ധിച്ച് CPIMനെ സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് നിലവിൽ വീണ്ടും വടകര ലോക്സഭാ മണ്ഡലത്തിലുള്ള പേരാമ്പ്ര ഈ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഉദാഹരണം വരുന്നത്. അവരെ സംബന്ധിച്ച് ഈ പേരാമ്പ്രയിൽ ആദ്യം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPIM ആണ്, LDF ആണ്. അവരാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തിയത് എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു LDF അവിടെ ഒരു വലിയ രാഷ്ട്രീയ ജാഗ്രത കൈക്കൊള്ളേണ്ടിയിരുന്നു. കാരണം അവർക്ക് മുൻകാല അനുഭവങ്ങൾ ഉണ്ട് അവിടെ. വടകര ലോക്സഭാ മണ്ഡലത്തിലെ മത്സരത്തിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആത്യന്തികമായി അങ്ങനൊരു വിഷയം ഉയർന്നു വരികയും ആത്യന്തികമായി അവർക്ക് തന്നെ അതിൽ കൈപൊള്ളുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കൂടുതലായി രാഷ്ട്രീയ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പേരാമ്പ്രയിലെ ഈ വിഷയം ഉയർന്നു വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുവാൻ മറ്റൊരു മാർഗം
CPM-ന് സ്വീകരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ കാഫിർ വിവാദമൊക്കെ നിൽക്കുമ്പോൾ തന്നെയും മറ്റ് വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നിയമപരമായി നീങ്ങുന്ന ഒരു CPM-നെ കൂടെ നമുക്കവിടെ കാണുവാൻ പറ്റുമായിരുന്നു. പൊതുമധ്യത്തിലുള്ള ഉദാഹരണം തന്നെയാണ്. ആളുകൾക്കത് ഓർമ്മയുണ്ടാകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും KK ശൈലജയ്ക്ക് എതിരെ ഒരു വ്യാജ വീഡിയോ പ്രചാരണം ഉണ്ടായിരുന്നു. ബെൻസണും ചിലപ്പോൾ അത് ഓർക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മുസ്ലിങ്ങളെല്ലാവരും വർഗീയവാദികളാണ് എന്ന തരത്തിൽ വ്യാജമായി പ്രചരിപ്പിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതിനെതിരെ നിയമ നടപടിക്കായിരുന്നു CPIM മുതിർന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് അത് വിളിച്ചു പറയാൻ നിന്നിരുന്നില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു വിധി വരികയുണ്ടായി തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ. അതിൽ ഒരു മുസ്ലിം ലീഗ് നേതാവായിരുന്നു അതിൻ്റെ പ്രതി. അദ്ദേഹം മാഹി പഞ്ചായത്ത് ന്യൂ മാഹിയിലെ പഞ്ചായത്ത് UDF പഞ്ചായത്ത് കമ്മിറ്റി ചുമതലയുള്ള ആളായിരുന്നു അദ്ദേഹം. മറ്റൊന്ന് വാർഡ് കമ്മിറ്റി അംഗം കൂടിയായ TH അസ്ലം എന്ന് പറഞ്ഞ ഒരാൾക്കാണ് തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. പിഴത്തുകയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 15,000 രൂപയോ മറ്റോ പിഴത്തുക ശിക്ഷയായി വിധിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു മാതൃക അവിടെ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഒരു 2024 ഏപ്രിൽ മാസത്തിൽ, ഏപ്രിൽ 8 ആണെന്നാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ആ വീഡിയോ വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. മങ്ങാട് സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അസ്ലം എന്ന് പറയുന്നയാൾ അത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനെതിരെ വർഗീയവാദി, അതായത് വലിയ രീതിയിൽ കോളിളക്കമോ മറ്റ് രീതിയിലുള്ള പ്രചാരണങ്ങൾക്കും ഒക്കെ കാരണമാകാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അത് നിലനിൽക്കെ തന്നെ അതിനെതിരെ നിയമ നടപടിയുമായി പോവുകയാണ് അന്ന് CPM ചെയ്യുന്നത്. അങ്ങനെ ഒരു നല്ല മാതൃക അവിടെ ഉണ്ടായിരിക്കെ ഈ വിഷയം ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ വഴിപാടാവുമ്പോൾ വിളിച്ചു പറയണോ എന്ന് ചോദിക്കണം എന്ന് പറയുന്ന പോലെ ഒരു പ്രചാരണമാകുമ്പോൾ വിളിച്ചു തന്നെ പറയണോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇത്തരത്തിൽ നീങ്ങിയാലും അതിനെതിരെ ഒരു നിയമ നടപടി, അതായത് എതിർ സ്ഥാനാർത്ഥി മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം തൊട്ടിപ്പുറത്തുള്ളവർക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് വിളിച്ചു പറയുകയാണോ ചെയ്യേണ്ടത്? ഈ വിളിച്ചു പറയുന്ന ഈ പ്രസ്തുത വാക്കുകൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സമുദായം പറഞ്ഞു തന്നെയാണ് വിളിച്ചു പറയുന്നത്. സമത്വബോധമുള്ളവർ ലീഗിൻ്റെ ഈ ശ്രമങ്ങളെ തള്ളിക്കളയണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികം അത് കേൾക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമുക്ക് തോന്നുക ഇതൊരു മതം പറയുകയാണല്ലോ, ഇതൊരു വർഗീയ ധ്രുവീകരണത്തിലുള്ളൊരു ശ്രമമല്ലേ, ഒരു പച്ചയായ പകൽ പോലെയുള്ളൊരു ശ്രമമല്ലേ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കത് തോന്നുക. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്തരമൊരു മാതൃക CPM-ന് നേരത്തെ അവിടെ ഉണ്ട്. അത് സ്വീകരിക്കാമായിരുന്നു. അത് സ്വീകരിക്കാതെ തന്നെ ഈ തരത്തിൽ ഒരു പ്രചാരണം നടത്തുന്നത് ആശാസ്യമായ കാര്യമല്ല. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ആരോപണ പ്രത്യാരോപണം നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ ഒരു രാഷ്ട്രീയ ജാഗ്രത LDF കാണിക്കേണ്ടിയിരുന്നു. കാരണം അവർക്ക് മുന്നനുഭവങ്ങളുണ്ട്. സ്ട്രേറ്റ് പൊളിറ്റിക്സിൽ സംസാരിക്കുമ്പോൾ അത്തരം അനുഭവങ്ങൾ മുന്നിൽ വെച്ച് വേണമായിരുന്നു ഈ പ്രചാരണത്തെ കൈകാര്യം ചെയ്യാൻ എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ബെൻസൺ ഇപ്പോൾ അവിടെ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിൽ ഉള്ള ആളാണ്. ഇത് ഏതൊക്കെ രീതിയിൽ അവിടെ പ്രതിഫലിക്കാനാണ് സാധ്യത? മുന്നനുഭവത്തിൽ ഈ വടകര ലോക്സഭ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുടെ അനുഭവം വെച്ചുകൊണ്ട് ഇതിനെ തുലനം ചെയ്യേണ്ടതുണ്ടോ? അത്തരത്തിൽ എങ്ങനെ വിലയിരുത്താം നമുക്കിതിനെ? ശ്യാമിലി, നമുക്കറിയാം, ശ്യാമിലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഗ്രത എന്ന് പറയുന്ന വാക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എന്തായിരുന്നു ആ ഒരു അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഫാത്തിമ തഹ്ലിയ എന്ന പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി മതം പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത് എന്ന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിലാണ് UDF കേന്ദ്രം വോട്ട് പിടിക്കുന്നത് എന്ന് ജനങ്ങൾക്കൊരു ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ ജനങ്ങൾ അക്കാര്യത്തിലൊരു ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം വെക്കുകയായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശയം മുൻപോട്ട്, അല്ലെങ്കിൽ ജനങ്ങളെ അത് അവബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു ഈ LDF-ന്റെ ഈ ഒരു അനൗൺസ്മെന്റിലൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഇത്തരത്തിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതായത് അവർ LDF അല്ല ഈ ഒരു അനൗൺസ്മെന്റിന് നേതൃത്വം നൽകിയത്, തങ്ങൾക്കിതിൽ പങ്കില്ല എന്നവർ പറയുന്ന ഘട്ടം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിൻ്റെ അകത്ത് TP രാമകൃഷ്ണന് വോട്ട് ചെയ്യുക, അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ TP രാമകൃഷ്ണൻ വോട്ട് ചെയ്യുക എന്നടക്കമുള്ള ഫ്ലക്സുകൾ ആ വണ്ടിയിലുണ്ട്. മറ്റു കാര്യങ്ങൾ ഒരു പ്രചരണ വാഹനം എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ അവർ പൂർണ്ണമായും എതിർക്കുന്നുണ്ട് എങ്കിലും അത് LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ആ നിലയിൽ ഒരു ജാഗ്രത പുലർത്താനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ വലിയ പ്രതിസന്ധി തന്നെയാണ്. അത് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദം അത് വലിയ രീതിയിൽ തന്നെയാണ്
ആ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോഴും അത് വലിയ രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് നടത്തിയ വിശകലനങ്ങളിലും അത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു വിവാദം അവിടേക്ക് വീണ് കിട്ടുന്ന ഒരു സാഹചര്യം, അത് LDF ക്യാമ്പിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു വിവാദം വീണ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ പരമാവധി അവരുടേതായിട്ടുള്ള നിലയിൽ ഉപയോഗിക്കാൻ UDF ക്യാമ്പിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടായിരുന്നു അവർ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഫാത്തിമ തെഹ്ലിയക്കെതിരെയും നിലവിൽ ഇന്ന് ഏകദേശം വൈകിട്ടോടു കൂടിയാണ് അത്തരത്തിലൊരു പരാതി, അതായത് മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നൊരു പരാതി ഫാത്തിമ തെഹ്ലിയക്കെതിരെയും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് സംഭവിച്ചതിനെ പറ്റി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പരാതി നൽകിയിരിക്കുന്നത് പേരാമ്പ്രയിലെ തന്നെ 3 വോട്ടർമാരാണ്. അവരുടെ രാഷ്ട്രീയമോ ഒന്നും തന്നെ അതിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ PP രാമകൃഷ്ണന് നോട്ടീസ് ലഭിച്ചതിന് ശേഷമാണ് ഈ പരാതി ലഭിച്ചിരിക്കുന്നത്. അതും ഫാത്തിമ തെഹ്ലിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ തെളിവുകൾ നൽകിയിട്ടില്ല എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് TP രാമകൃഷ്ണനെതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ്, അതായത് നമ്മൾ കണ്ടിട്ടുള്ള ആ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത്. ഫാത്തിമ തെഹ്ലിക്കെതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ അത്തരത്തിൽ തെളിവുകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് തന്നെ ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വലിയ രീതിയിൽ LDFന് വടകര മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ വലിയ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അനുരണനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ളത് തന്നെ. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം UDFന് നേടിയ മേൽക്കൈ, അതിനുശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള മേൽക്കൈ, ഇത് രണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ പ്രധാന പ്രചാരണ ആയുധമാകുമല്ലോ സ്വാഭാവികമായും. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ചിന്ത ഉണ്ടാവേണ്ടിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മേഖലകളെല്ലാം തന്നെ, ഈ പറയുന്ന പേരാമ്പ്രയാവട്ടെ, കുറ്റ്യാടിയാവട്ടെ, നാദാപുരം അടക്കമുള്ള ഈ മേഖലകളെല്ലാം തന്നെ, വടകര അടക്കമുള്ള ഈ മേഖലകളെല്ലാം തന്നെ വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിന് വോട്ടുകൾ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു വിവാദം വരുമ്പോൾ അത് വലിയ രീതിയിൽ LDFന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടിയാകും എന്നുള്ളത് വലിയ അത് അത്തരത്തിൽ ആ നിലയിൽ തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല TP രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ ഒരു കടുത്ത മത്സരം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞിടങ്ങളിലെല്ലാം തന്നെ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അവിടേക്ക് ഫാത്തിമ തെഹ്ലിയ ഒരു സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു ഘട്ടം എത്തുന്നു. ഫാത്തിമ തെഹ്ലിയ സ്ഥാനാർത്ഥിയായി എത്തുന്ന ആദ്യ ഘട്ടം തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഈ വനിതാ ലീഗുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് വലിയ രീതിയിൽ ക്രൗഡിനെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി ഫാത്തിമ തെഹ്ലിയ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും വികസനം എണ്ണി പറഞ്ഞും അതോടൊപ്പം തന്നെ TP രാമകൃഷ്ണൻ എന്ന നേതാവിൻ്റെ പേരാമ്പ്ര മണ്ഡലത്തിലുള്ള ജനകീയത എണ്ണി പറഞ്ഞും അല്ലെങ്കിൽ ജനകീയത മുൻപോട്ട് വെച്ചും തന്നെ ആദ്യഘട്ടത്തിൽ LDF വലിയ രീതിയിൽ ലീഡ് ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ ഈ ഒരു വിവാദം മുൻപോട്ട് വരുന്നത്, അനൗൺസ്മെന്റ് വിവാദം എന്നൊരു വിവാദം മുൻപോട്ട് വരുന്നത്. അത് ഇപ്പോൾ കൃത്യമായിട്ടും ആ നിലയ്ക്ക് തന്നെ ഉപയോഗിക്കാൻ UDF ക്യാമ്പിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ, VD സതീശനാകട്ടെ, സാദിഖ് അലി തങ്ങളാകട്ടെ, K സുധാകരനാകട്ടെ, അങ്ങനെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ആ ഒരു വിവാദത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞ് UDF ഒരു തരത്തിലും വർഗീയത പറഞ്ഞ് അല്ലെങ്കിൽ മതം പറഞ്ഞ് വോട്ട് നേടുന്നവരല്ല. അത്തരത്തിലുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാദിഖ് അലി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, റിസൾട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ആ മണ്ഡലത്തിലും ആ മേഖലയിലും ഇങ്ങനെ നിലനിൽക്കും. അതായത് ആ ഒരു ധ്രുവീകരണം ആ മേഖലയിലും നിലനിൽക്കും. അതിന് വരും കാലങ്ങളിലും ആ നിലയ്ക്ക് തന്നെ മുൻപോട്ട് പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറും. അപ്പോൾ അതിനെ തടയിടേണ്ടത് ആദ്യഘട്ടത്തിൽ തന്നെ സാധിക്കണമായിരുന്നു എന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. പക്ഷേ അതിൽ തന്നെ LDFനെ കടന്ന് വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണങ്ങളായിരുന്നു VD സതീശൻ്റെ അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിവാദം ഏത് നിലയിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതിൽ അത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് TP രാമകൃഷ്ണൻ അവിടെ ജയിച്ചത്. കാര്യമായിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യമായിട്ടുള്ള മത്സരം അവിടെ കാഴ്ചവെക്കാൻ എതിർ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അതിന് മുൻപുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിലാണെങ്കിലും ആ നിലയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുൻപോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ഇത്രയും വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലും ഫാത്തിമ തെഹ്ലിയക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു ഇമേജിലും ആ കാര്യമായിട്ടുള്ള ഒരു മത്സരം, ഒരു കടുത്ത മത്സരത്തിലേക്ക് പേരാമ്പ്രയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വലിയ രീതിയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം കൂടിയാണ്
അവിടെ. അപ്പോൾ ഫാത്തിമ തഹ്ലിയെ പോലുള്ള ഒരു നേതാവ് അവിടെ മത്സരത്തിനായി എത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി ലീഗ് 2 വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. അതിൽ ഒരാൾ മത്സരിക്കുന്നത് ഈ പേരാമ്പ്രയിലാണ്, അതും ടി.പി. രാമകൃഷ്ണനെ പോലെ കരുത്തനായിട്ടുള്ള ഒരു എതിരാളി. അപ്പോൾ കുറച്ചും കൂടി ജാഗ്രത ഇക്കാര്യങ്ങളിലെല്ലാം LDF പുലർത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇരു കക്ഷികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതെ, തീർച്ചയായും ആ പോയിന്റിലേക്ക് തന്നെയാണ്. അല്പം കൂടി രാഷ്ട്രീയ ജാഗ്രത ഈ വിഷയത്തിൽ CPM കാണിക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അത്തരമുള്ള ഒരു രാഷ്ട്രീയ ലോജിക്ക് ഈ ഘട്ടങ്ങളിൽ ഒക്കെ അവിടെ അപ്ലൈ ചെയ്യേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും 1980 മുതലുള്ള ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയാണ് പേരാമ്പ്ര. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22,592 വോട്ടിനാണ് ടി.പി. രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ നേടിയ 19,085 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF പേരാമ്പ്ര മണ്ഡലത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം 8,000-ലേറെ വോട്ടിന്റെ മുൻതൂക്കം നേടാനും UDFന് കഴിഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടയിൽ വടകരയിൽ ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് തുല്യമാണ് പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം എന്നാണ് UDF ഉയർത്തുന്ന വാദം. ഇത്തരം പ്രചാരണം നടന്നിട്ടില്ലെന്നും വോട്ട് പിടിക്കാൻ ഇത്തരമൊരു രീതി ഇടതുമുന്നണിക്ക് ആവശ്യമില്ല എന്നുമാണ് ടി.പി. രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. സമുദായത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചുവെന്ന പേരിൽ UDF ഫാത്തിമ തെഹ്ലിയയ്ക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. UDF പ്രതിനിധിയായ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തെഹ്ലിയയ്ക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും മതത്തെ കൂട്ടുപിടിച്ച് വോട്ട് ചോദിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 4 വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുന്നു.